ഈ വികാരങ്ങളുടെ ഒരു ഇരിപ്പിടം ഹൃദയമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണ് എന്നൊരു ധാരണ പണ്ടേ ആളുകൾക്കുണ്ട്. കാരണം മസ്തിഷ്കത്തിന്റെ പ്രാധാന്യം നമ്മൾ അത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മസ്തിഷ്കം ഒരു സൈലന്റ് ആയിട്ടുള്ള അവയവമാണ്. ഹൃദയം സദാസമയം മിടിക്കുന്നു. മസ്തിഷ്കത്തെ തൊട്ട് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നമുക്ക് അതിന്റെ ആ മിടിപ്പൊന്നും അറിയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ശരീരത്തിൽ എവിടെയും വേദന അറിയണമെങ്കിൽ മസ്തിഷ്കം വേണം. അതായത് നാഡികളിലൂടെ ഈ സിഗ്നല് മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കമാണ് അവിടെ വേദന ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ മസ്തിഷ്കത്തിൽ നിങ്ങൾ സൂചി കൊണ്ട് കുത്തിയാൽ മസ്തിഷ്കം അറിയത്തില്ല. മസ്തിഷ്കത്തിൽ പെയിൻ സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ അവയവമാണ്. അപ്പൊ മസ്തിഷ്കം ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റേറ്റഡ് അവയവമായിരുന്നു പണ്ട് കാലത്ത്. പിന്നീട് വളരെ അടുത്ത കാലത്തൊക്കെയാണ്, താരതമ്യേന നമ്മുടെ അറിവിന്റെ ചരിത്രം എടുത്തെങ്കിൽ അടുത്ത കാലത്തൊക്കെയാണ് മസ്തിഷ്കം ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പങ്ക് നമ്മുടെ വികാരത്തിലും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മനസ്സിനെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പ് വൈകാരികമായിട്ടുള്ള തള്ളിച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അനുഭവപ്പെടുന്നത് ഹൃദയത്തിലാണ്. കാരണം വികാരം കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ എനർജി വേണം, കൂടുതൽ രക്തം ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പണി, മെക്കാനിക്കലായിട്ടുള്ള ഈ പണി എടുക്കുന്നത് ഹൃദയമാണ്. അതൊരു പമ്പാണ്. അപ്പൊ അതിന്റെ പ്രഷർ, അതിന് കിട്ടുന്ന സ്ട്രെസ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഒരുപക്ഷെ ആളുകൾ വികാരങ്ങൾ ഹൃദയത്തിലാണ് എന്ന് ആരോപിച്ചാൽ അതുകൊണ്ടാവാം.